ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലൊരു സ്ക്വയർ ഷേപ്പ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സ്ക്വയറിനായിട്ടില്ല, കുറച്ചൊരു സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്ക്വയർ പീസ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഫ്രെയിം പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ്സൊന്നും അത്രക്കൊരു പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിൽ വേറെയും കുറേ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കാണുമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ ടൈപ്പ് ജൂട്ട് ത്രെഡാണ് കേട്ടോ, കുറച്ചൊരു വണ്ണുള്ള ടൈപ്പാണ്. അപ്പോൾ അത് റോൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒന്നിങ്ങനെ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ രണ്ടെണ്ണം ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആ ഒരു പകുതി വെച്ചിട്ടാണ് ഞാനിതിൽ റോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ജൂട്ട് ത്രെഡ് ഈ ഒരു ഫ്രെയിമിൽ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്ക്വയർ പീസൊക്കെ ആയതുകൊണ്ട് തന്നെ റോൾ ചെയ്തെടുക്കാൻ കുറച്ചൊരു പാടായിരിക്കും. നമുക്കിങ്ങനെ ആ ഒരു ത്രെഡ് ഇങ്ങനെ അകത്തൂടെയും പുറത്തൂടെ എടുത്തിട്ട് വേണമല്ലോ റോൾ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു എളുപ്പത്തിന് നമ്മളിങ്ങനെ ഒരു പെന്നോ ഒരു പെൻസിലൊക്കെ എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ജൂട്ട് ത്രെഡ് ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ നമ്മൾ അകത്തോട്ടും പുറത്തോട്ടും എടുക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്കിതൊന്നിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫെവിക്കോളായിരുന്നു യൂസ് ചെയ്തത്. പക്ഷേ പിന്നീട് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തു, കാരണം പെട്ടെന്നൊന്നിങ്ങനെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു 4 സൈഡിലൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു 4 കോർണറിലും കൂടെ ഒന്ന് ജൂട്ട് ത്രെഡ് ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം നമ്മൾ ഈ ലെങ്ത്ത് ഒന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ, ആ ഒരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് ഒന്നിങ്ങനെ സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു ലെങ്ത്തിൽ തന്നെ നമ്മൾ കുറേ പീസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളല്ലാതെ ഇങ്ങനെ ആ ഒരു ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ 4 കോർണറിൽ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു നീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ചധികം തന്നെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഇങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അടുത്തായിട്ട് ഇങ്ങനെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഇല്ലാതെ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു ജോയിൻ്റ് അറിയാത്ത രീതിയിൽ നമ്മളിങ്ങനെ ആ ഒരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മേലെ ഭാഗം, അതിൻ്റെ അടുത്തായിട്ടൊന്നിങ്ങനെ കറക്റ്റായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ എൻഡ് വരെ ഇങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഫ്രെയിം ഒന്നിങ്ങനെ തിരിച്ച് പിടിച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു ഈ ഒരു ഇങ്ങനെ എക്സ്ട്രാ കിടക്കുന്ന ഒരു ലെങ്ത് പീസസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ഓരോന്നായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതങ്ങനെ ഏകദേശം ഞാനൊന്നിങ്ങനെ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതങ്ങനെ മനസ്സിലാവുന്നില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു 3 കോർണറിലും ഇങ്ങനെ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ കുറച്ചധികം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എല്ലാ പീസും ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിലും ഓരോന്നായിട്ടല്ല ഞാൻ കുറച്ചധികം ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്നൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ ഒക്കെ ലെങ്ത് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല കേട്ടോ, റോൾ ചെയ്താണെന്ന് തന്നെ തോന്നില്ല. ആ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് 4 ഭാഗത്തായിട്ട് ഇങ്ങനെ നമ്മൾ റോൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും ഇത്രക്കൊരു വൃത്തിയായിട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ 4 സൈഡിൽ ഒട്ടിച്ച് നല്ലൊരു നീറ്റാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതുപോലൊരു നെറ്റിൻ്റെ ഒരു ക്ലോത്താണ്. അപ്പോൾ ഇത് കോട്ടൻ്റെ ക്ലോത്താണ്. അപ്പോൾ ഇത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മെഡിക്കൽ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ മുറിയൊക്കെ പറ്റുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിച്ചിട്ട് നമുക്കിങ്ങനെ കെട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, ഒരു നെറ്റായിട്ടുള്ള, അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുറേ പഴയതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ 2-3 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കോട്ടൺ ആണ്. ആ ഒരു കോട്ടൺ ഇങ്ങനെ ഒരു കുഞ്ഞൊരു ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊരു കിഴി പോലെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ കിഴി പോലെ ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു മേലെ ഭാഗത്തുള്ള ഒരു പീസസൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡൊക്കെ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ ഇതുപോലെ 2 റൗണ്ട് ഷേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ബുക്കിൻ്റെ ബാക്ക് കവറൊക്കെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞൊരു റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 3 എണ്ണമായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്യാം, നെറ്റിൻ്റെ ക്ലോത്തൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആ ഒരു കോട്ടൻ്റെ പകരം നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 3 എണ്ണം റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്.
പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് സീഡ്സാണ്. അപ്പോൾ ഇത് ചിക്കുവിൻ്റെ സീഡ്സാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സീഡ് ഇങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഫ്ലവറിൻ്റെ നടുക്കുള്ള ഒരു ഇതുണ്ടല്ലോ, ഈ സൺഫ്ലവറിനൊക്കെ ഉണ്ടാവുന്നത്, അപ്പോൾ അതുപോലുള്ളൊരിതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുറച്ചൊരു പൊങ്ങി നിൽക്കുന്ന ഒരു ഇതിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു നടുക്കുള്ള ഭാഗമൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയതായിട്ടാണല്ലോ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു വലിയൊരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചിക്കുവിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഡേറ്റ്സിൻ്റെ സീഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഒരു ഇതിലിങ്ങനെ ഒട്ടിച്ചിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് ഞാൻ ഒരു ഫ്ലവർ ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പിസ്തയുടെ ഷെല്ല് ഞാനിങ്ങനെ ആദ്യം തിരിച്ചായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ അത് അത്രക്കൊരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അല്ലാതെ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു 3 ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അങ്ങനെ മേലെ അങ്ങനെ ബൾച്ചൊക്കെ ചെയ്തിരുന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ നടുക്ക് ഞാനിങ്ങനെ ഒരു പൂമ്പൊടിയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഇതുപോലത്തെ ഷുഗർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു മേലെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞാൻ 3 എണ്ണം ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഫിനിഷിംഗ് ഇല്ല, കാരണം ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ അതിൻ്റെ വേറെ കളർ വെച്ചിട്ട് ബീഡ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അത്രക്കൊരു ഇഷ്ടമായി തോന്നിയില്ല. പിന്നെ ഞാനതൊക്കെ പറിച്ച് കളഞ്ഞു കേട്ടോ. എനിക്ക് ഒരു ഭംഗി തോന്നുന്നില്ല. പിന്നെ ഞാനതെല്ലാം പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചിക്കുവിൻ്റെ സീഡും പിന്നെ അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഞാൻ പിസ്തയുടെ ഷെല്ല് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിസ്തയുടെ ഷെല്ല് മാത്രം വെച്ചിട്ട് നമ്മളൊരു 3 ഫ്ലവർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഈ ഒരു 3 സീഡ് കാണിച്ചുകൊണ്ടാണ് പിന്നെ ഞാൻ അതിങ്ങനെ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ഈ ഒരു ഫ്ലവേഴ്സ് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കോർണറിലായിട്ട് ഞാൻ ആദ്യം ഈ 3 ഫ്ലവേഴ്സ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ലീവ്സും കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ കുറേ പഴയതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കളയാതെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ നേരിട്ട് ഒട്ടിക്കാൻ നോക്കിയപ്പോൾ അത്രക്കൊരു ഭംഗിയില്ല, വീതി കുറവുള്ള ഒരു ഫ്രെയിമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു എൻഡായിട്ടുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമ്മളിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഈ ലീവ്സ് കുറേ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ച് നോക്കി, എന്നിട്ടൊന്നും എനിക്ക് അത്രക്കൊരു ഭംഗി കിട്ടുന്നില്ല. പിന്നീട് ഞാൻ ഇതിൻ്റെ ആ ഒരു 2 സൈഡിലായിട്ട് ഇങ്ങനെ 2 ലീവ്സ് വീതം ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഒരു ഫ്ലവർ ഒട്ടിക്കുന്നതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഒട്ടിക്കണമായിരുന്നു. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് ആ ഒരു പിസ്തയുടെ ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കി. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാം കൂടെ ഇങ്ങനെ ഇളകി പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ലീവ്സ് ഇങ്ങനെ ആദ്യം സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ അതിലേക്ക് ഒട്ടിച്ചിട്ട് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്ലവർ അതിൻ്റെ മേലെ ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. 3 ചിക്കുവിൻ്റെ ഫ്ലവറും പിന്നെ അതുപോലെ ഡേറ്റ്സിൻ്റെ സീഡൊക്കെ വെക്കുന്ന സമയത്ത് 3 ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുറച്ച് ലീവ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണമെന്ന്. പക്ഷേ പിന്നീട് അതെനിക്ക് ചെയ്ത സമയത്ത് എത്രക്കായിട്ടും അങ്ങനെ ശരിയാവാത്തതുകൊണ്ട് ഞാനതിങ്ങനെ പറിച്ചൊക്കെ മാറ്റിയിട്ടോ. പിന്നീട് എനിക്ക് ആ ഒരു കാര്യം വിട്ടുപോയി. പിന്നെ ഞാൻ ഓർമ്മയില്ലാതെ 3 ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ പിന്നെ എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും അതിനൊരു ഭംഗി കിട്ടാത്ത പോലെ തോന്നുക. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരു ത്രെഡ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാൻ ഒട്ടിച്ച് നോക്കിയിട്ട് പക്ഷേ അതൊന്നും എനിക്കങ്ങ് അതിലേക്കങ്ങ് ചേരാത്ത പോലെ തോന്നാം. സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ദേഷ്യം വരുമായിരുന്നു. കാരണം ഒരുപാട് ഭയങ്കര നമുക്ക് ഏതൊരു വർക്ക് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഐഡിയയിൽ ഇങ്ങനെ നല്ലൊരു രീതിയിൽ ഇങ്ങനെ ആ ഒരു ബീഡ്സൊക്കെ ഒട്ടിച്ചിട്ട് നല്ലൊരു ഭംഗിയായിട്ട് കിട്ടുന്നുള്ളതായിരുന്നു. പക്ഷേ അത് ഒട്ടിച്ചപ്പോൾ അത്രക്കൊരു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ പറിച്ച് കളഞ്ഞല്ലോ. പിന്നീട് എനിക്ക് ഈ ഒരു 3 ഫ്ലവറിലേക്ക് ഇതിൻ്റെ കൂടെ എന്ത് വെച്ചിട്ടും എനിക്കൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നുക. പിന്നെ ഞാൻ വിചാരിച്ച ഒരു ഫ്രെയിമിൻ്റെ മേലെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻസ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്ന ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയിട്ട് പക്ഷേ അപ്പം കൊള്ളാൻ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 7 സീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലീഫ് പോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പിന്നെ ആ ഒരു ചിക്കുവിൻ്റെ സീഡ് വെച്ചിട്ടൊരു ഫ്ലവർ പോലെ ഇങ്ങനെ വെച്ച് നോക്കി. പക്ഷേ അത് അത്രക്കൊരു ഭംഗി തോന്നിയില്ല. പിന്നീട് ഞാൻ അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡും കൂടെ വെച്ചപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഒരു നോ പെയിൻറ്റ് വാൾ ഡെക്കർ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ആ ഒരു 3 ടൈപ്പ് സീഡ്സൊക്കെ യൂസ് ചെയ്തത്. ഒരു ഡാർക്കും ലൈറ്റ് കളറും ഒക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ അതൊന്നും പിന്നീട് നമ്മൾ എല്ലാം പറിച്ച് കളഞ്ഞല്ലോ. പിന്നെ അതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു യെല്ലോ കളർ ബീഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു പൂമ്പൊടിയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അതും ഒരു വൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പറിച്ച് കളഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അത് ആ ഒരു വൈറ്റ് കളറാകുമ്പോൾ അത്രയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ യെല്ലോ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഡേറ്റ്സിൻ്റെ സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഞാൻ ഇതുപോലെ ഒരു സാപ്പ് ഗ്രീൻ വെച്ചിട്ടും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ആ ഒരു യെല്ലോ കളർ അത്രയ്ക്ക് ഒരു അട്രാക്ഷൻ ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് നോക്കി. പക്ഷേ അതൊരു ഭംഗിയില്ല കേട്ടോ. അതിലേക്ക് അങ്ങ് എടുത്ത് ഒരു ചേരാത്ത പോലെ തോന്നുക. പിന്നെ ഞാൻ ആ യെല്ലോ കളർ തന്നെ വെച്ചിട്ട് വീണ്ടും ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ഡേറ്റ്സിൻ്റെ സൈഡിൽ ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളർ ജൂട്ട് ത്രെഡിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ഒരു മാച്ചായിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇപ്പോൾ യെല്ലോ കളർ ഓറഞ്ച് കളർ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ്ഡ് അപ്പ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്ലിറ്റർ പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഗ്ലിറ്റർ പൗഡർ പുതിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രദർ എനിക്ക് ഗൾഫിൽ നിന്ന് കൊടുത്ത് അയച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പല ടൈപ്പ് ഗ്ലിറ്റർ പൗഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കണം കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള പല ടൈപ്പ് ഗ്ലിറ്റർ പൗഡർ എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു 3 ഫ്ലവറിലും ഇങ്ങനെ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മേലെ കുറച്ച് ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്ലിറ്റർ പൗഡർ ഇളകി പോകുന്നില്ല. അപ്പോൾ നമ്മൾ 3 ഫ്ലവറിനും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്നത് ഡ്രൈ ആവട്ടെ. അങ്ങനെ നമ്മൾ ഒരു വാൾ ഡെക്കർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്നാലും ഇങ്ങനെ വിചാരിച്ച ആ ഒരു രീതിയിൽ ആദ്യം ആയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങ് ദേഷ്യം വരുമായിരുന്നു കേട്ടോ. ഫുൾ അങ്ങ് പറിച്ച് കളയാൻ തോന്നി. വീഡിയോ തന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങനെ ഒരു പിസ്തയുടെ ഷെല്ല് വെച്ചിട്ടും പിന്നെ ആ ഒരു ലീഫ് ഡേറ്റ്സിൻ്റെ സീഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ വന്നപ്പം കുറച്ചൊക്കെ ഒരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിൽ നമുക്കിപ്പോൾ ഒരുപാട് ചിലവുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാം നമ്മൾ വേസ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോ പെയിൻ്റായിട്ട് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെ യെല്ലോ കളർ ബീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നടുക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ നമുക്ക് നോ പെയിൻ്റായിട്ട് വേണമെങ്കിൽ ഒരു വാൾ ഡെക്കറായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് 1-2 ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ട് അതിൻ്റെ മേലൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ല രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മളുടെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.